വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗുരുവായൂര് കൊടിയേറാണെന്ന് കേട്ടോ. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇന്ന് ആനയോട്ടം നടക്കാണ് ഇവിടെ. അല്പസമയത്തുള്ള ആനയോട്ടം ആവും. അപ്പൊ ഈ ആനയോട്ടത്തില് നമ്മുടെ ആനക്കോട്ടയിൽ നിന്ന് 10 ആനകളെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പക്ഷെ അതിൽ 3 ആന തന്നെയാണ് ഓടിക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ് ആനകളെന്ന് അറിയാവോ? ഒന്ന് നമ്മുടെ ദേവിയാണ്, പിന്നെ ഒന്ന് നമ്മുടെ ചെന്താമരാക്ഷൻ, പിന്നെ ബാലു, പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഏഷ്യയിൽ തന്നെ നമ്പർ 1 ആനയായിട്ടുള്ള വെയിറ്റുള്ള നമ്മുടെ സ്വന്തം നന്ദൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആനയോട്ടത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ആനക്കോട്ടയിൽ നിന്ന് ആനകളെ നേരത്തെ തന്നെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ ആനകൾ വന്നിട്ട് ആനകൾക്ക് വെള്ളം അതുപോലെ പട്ട ഒക്കെ കൊടുത്ത് എല്ലാ സജ്ജീകരണം ചെയ്ത് ആനകളെല്ലാം സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനയോട്ടത്തിൻ്റെ മുന്നോടിയായിട്ട് റോഡൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് ഒന്ന് തണുപ്പിക്കണം, ആനകൾക്ക് ഓടാനുള്ളതല്ലേ. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആനയോട്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ആനകളെല്ലാം എല്ലാ രീതിയിലും വെള്ളമാണെങ്കിലും പട്ടയാണെങ്കിലും എല്ലാം കൊടുത്ത് തണലത്ത് കെട്ടി നിർത്തിയിരിക്കണം എല്ലാ ആനകളെയും. അപ്പോൾ ആനയോട്ടം സ്റ്റാർട്ട് ചെയ്യാറായി. ആനകളെല്ലാം ഇറക്കി നമ്മുടെ മഞ്ചളാൽത്തറയുടെ അവിടെ കൊടുന്ന് നിർത്തുവാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ആനയോട്ടം ആരംഭിക്കും. അപ്പോൾ അതിനുവേണ്ടി ഓരോ ആനകളായിട്ട് കൊടുന്ന് ഓടാൻ വേണ്ടിയിട്ടുള്ള 3 ആനകളുണ്ട്. അവർ തന്നെ ആദ്യം മഞ്ഞളാലിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് നിർത്തും. പിന്നെ അതിൻ്റെ പിന്നിലായിട്ട് മറ്റുള്ള ആനകളെ നിർത്തും. അപ്പോൾ ആനയോട്ടം കാണാൻ വേണ്ടി റോഡിൻ്റെ 2 സൈഡിലും ആൾക്കാരിങ്ങനെ തിങ്ങി നിൽക്കുവാണ് കേട്ടോ. കാരണം എന്താണെങ്കിൽ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്, അതായത് ഈ ആനയോട്ടം കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം. റോഡൊക്കെ നന്നായി വെള്ളമൊഴിച്ച് നന്നായിട്ട് തണിപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ആനയോട്ടം ആണ്. നിങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ മുൻഗണന. ആനയോട്ടത്തിന് വേണ്ടിയിട്ട് ആനേനെ മണി കെട്ടിക്കാൻ വേണ്ടി ഓട്ടം തുടങ്ങിയിട്ടുണ്ടോ. ആനേനെ കെട്ടിക്കാൻ വേണ്ടി മണിയായിട്ടാണ് ഓടിയിരിക്കുന്നത്. അത് ഓടിച്ചെന്നിട്ട് ആനേനെ കെട്ടിക്കും. ആനേനെ കെട്ടിച്ച് കഴിഞ്ഞിട്ട് വേണം അവിടെ നിന്ന് ആന ഓടി വരാൻ. ആനകൾ ഓടി തുടങ്ങി. ആന ഓടി വരുന്നുണ്ട്. ആനയോട്ടം തുടങ്ങി. ആദ്യം ആന ഓടി തുടങ്ങി. ആന ഓടി തുടങ്ങി. ആനയോട്ടം അതിഗംഭീരമായിട്ടുള്ള ആനയോട്ടാണ്. ആര് ജയിക്കുമെന്നുള്ള ദേവിയാണ് അയ്യപ്പൻകുട്ടി. ദാമോദർ ദാസാണ് അടുത്തത് വന്നത്. ഗോപി കൃഷ്ണൻ.
ബി കൃഷ്ണൻ. അടുത്തത് നന്ദനാണ് കേട്ടോ. നന്ദൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനയാണ് നന്ദൻ. നന്ദനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. നമ്മുടെ കിഴക്ക് ഗോപുരം വരെ ചെന്താമരാക്ഷനായിരുന്നു ഒന്നാമത് എത്തിയിരുന്നത്. പിന്നെ അവിടുന്ന് ഗോപുരം കഴിഞ്ഞപ്പോൾ ബാലു ഒന്നാമതായി എത്തിയിരിക്കുകയാണ്. അപ്പൊ ആനയായിട്ട് അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിട്ട് നടന്നിട്ടുണ്ട്. ആനയാട്ടത്തിൽ ജയിച്ച ആരായിട്ട് നമ്മുടെ സ്വന്തം ബാലു നല്ല അടിപൊളിയായിട്ട് ഓടി. ആദ്യം നമ്മുടെ ആരാ ചെന്താമരാക്ഷൻ കയറി വാർത്തയായിരുന്നു, പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് ബാലു ജയിച്ചു. നല്ല രസം കാണാൻ, നല്ലൊരു ആനയോട്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു, നല്ല വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ആനയോട്ടായിരുന്നു. നന്ദനൊക്കെ ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.